ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ BGMIയിലെ 5 അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിലെ നമ്മുടെ ഇവൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഇവൻറ്റിലുള്ള ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൽ നമുക്ക് താഴത്തുനിന്നൊരു കേബിൾ കണക്ഷൻ പോകുന്നുണ്ടിട്ടില്ലേ. ഈ ഒരു കേബിൾ കണക്ഷൻ്റെ അവിടെ നമ്മൾ ടിപ്സ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഹോവർ ബോർഡ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ജമ്പ് ചെയ്ത് കയറാം. എന്നിട്ട് നേരെ ആ മെയിൻ ബിൽഡിങ്ങിലേക്ക് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഹോവർ ബോർഡ് വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ജമ്പ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അവരാണെങ്കിൽ താഴത്തൊക്കെ അങ്ങോട്ട് നോക്കിയിരിക്കും, കാരണം താഴത്തുനിന്ന് ആൾക്കാർ കയറി വരുന്ന പുഷ് നിന്ന് നോക്കി നിൽക്കായിരിക്കും. നമുക്ക് ഇത് ബാക്കിലൂടെ ഈസി ആയിട്ട് കയറി വന്നിട്ട് അടിച്ചിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻറ്റിൽ തന്നെയുള്ള നമുക്ക് ഈ ഒരു ടൈപ്പ് ബിൽഡിംഗ് കണ്ടിട്ടില്ല, നമ്മൾ സ്റ്റെപ്പ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് വരുന്ന ബിൽഡിങ്ങിൽ നമുക്ക് പുഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു പ്ലേസ് ഇല്ലേ, അവിടേക്ക് നമുക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഈ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് അവിടെ ചാടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ താഴെയുള്ള എനിമീസിനെ അടിച്ചിടാൻ പറ്റും. കാരണം അവരൊക്കെ താഴത്തുനിന്ന് സ്റ്റെപ്പ് കയറി വരുന്ന ഈസി ആയിട്ട് നോക്കി നിൽക്കിയിരിക്കും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ബാക്കിലൂടെ വന്നിട്ട് അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇവൻറ്റിൽ അത്യാവശ്യം നല്ല ക്യാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല സൈഡിൽ നിൽക്കുന്ന ഒരു പ്ലേസാണിത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടവർ ഉണ്ടെങ്കിൽ ഈ ടവറിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോവർ ബോർഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ കയറി വന്നിട്ട് എന്ത് ചെയ്യുക, ഈ വിൻഡോൻ്റെ അവിടെ കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് എനിമീസിനെ അടിച്ചിടാം. ഓക്കെ, ഇത് ഒരു ഭാഗം. ഇനി രണ്ടാമത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കവർ നിന്നിട്ട് നമുക്ക് പുറത്തുള്ള എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൽ ഈ ഒരു ചെറിയ ഭാഗം സെൻറ്ററിൽ, മെയിൻ ബിൽഡിങ്ങിന് സെൻറ്ററിൽ ഇവിടെ ഹോവർ ബോർഡ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നിൽക്കുക. ഓക്കെ, കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും സുഖമായിട്ട് താഴത്തുള്ള എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഇവർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. നമുക്കിവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിമീസ് അത്ര പെട്ടെന്ന് കാണില്ല, കാരണം നമ്മളിപ്പോൾ എണീച്ച് നിൽക്കുമ്പോൾ കാണും, പക്ഷേ കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിമീസിനൊക്കെ അടിച്ചിടാം. ഓക്കെ, അത്രയും ഒരു പെട്ടെന്ന് സ്പോട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ, നമ്മുടെ ഇവൻറ്റിൻ്റെ പുറത്ത് ഈ ഒരു ഏരിയയിലുള്ള സൈഡിൽ ഈ ഒരു എഡ്ജ് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഹോവർ ബോർഡ് വന്നിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്ത് ജമ്പ് ചെയ്തുകൊണ്ട് അവർ നേരെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് കയറി നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ റാങ്ക് പുഷ് ചെയ്യുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിഡൻ പ്ലേസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹൈഡ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനും പറ്റും, കാരണം ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരൊറ്റ ഭാഗം മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ 5 ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇതുപോലെയുള്ള അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളും ഇനിയും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ട് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെയിലി നല്ല നല്ല വീഡിയോസുമായിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ BGMIയിൽ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.